നമസ്കാരം, ഞാൻ ടീന. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി മട്ടൻ കറിയാണ്. 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. മട്ടൺ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഇപ്പം നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കൂട്ട് ചേർക്കാം. ഇപ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു ഞാൻ ചേർത്ത് കൊടുത്തു. ആ ഓനിയൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വരട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വരട്ടിയെടുക്കുക. ഓനിയൻ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ടമാറ്റർ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കുക. ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും ഉപ്പ് എപ്പോഴും കുറച്ച് വേണം ചേർക്കാൻ. നമ്മൾ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉപ്പ് എപ്പോഴും കുറച്ചേ ചേർക്കാവൂ. ഇതെല്ലാം കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിനകത്ത് ഈ മസാലയും മട്ടനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗരം മസാല ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചു മട്ടൺ. ഇനി വേറൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് സ്പൈസി മട്ടൻ കറി. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ ടീന.